അപ്പോൾ ഗുഡ് മോർണിംഗ്. യൂത്ത് ഫോർ മിഷൻസിൻ്റെ സാറ്റർഡേ മോർണിംഗ് ബൈബിൾ സ്റ്റഡിയിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ 16ാമത്തെ സെഷനാണ്. നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നത് കൊണ്ട് ദൈവം അനുവദിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 14ാമത്തെ അധ്യായം, ഇനിയുള്ള 1, 2, 3 ചാപ്റ്റേഴ്സ് ഒക്കെ കൊച്ചു ചാപ്റ്റേഴ്സാണ്. അതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇന്നും വളരെ ചെറിയൊരു അധ്യായമാണ്. ഇന്നത്തെ തലക്കെട്ട് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എൻഡ്യൂറിങ് ഹാർഡ്ഷിപ്പ് ആസ് എ സെർവൻറ്റ് ഓഫ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ഒരു ദാസൻ, വിശ്വസ്ത ദാസൻ എന്നുള്ള നിലയിൽ നാം എങ്ങനെ കഷ്ടം സഹിക്കണം എന്നുള്ളതും കൂടെ ഇതിനകത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. നമ്മുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രസ്താവിച്ചതുപോലെ നമ്മുടെ യൂത്ത് ഫോർ മിഷൻ പെരുമ്പാവൂർ ചാപ്റ്റർ നമ്മൾ നാളെ തുടങ്ങുകയാണ്. അതിൻ്റെ ലീഡേഴ്സ് മീറ്റിംഗ്, അതായത് ലീഡേഴ്സ് കുറച്ച് പേരെ, ഒരു 35 ലീഡേഴ്സ് മാത്രം ഒരുമിച്ച് കൂടാൻ നാളെ വൈകുന്നേരം പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പെരുമ്പാവൂരിൽ ആരെങ്കിലും ലീഡേഴ്സായി പ്രവർത്തിക്കാൻ നിങ്ങൾക്കറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടി ഇത് ഷെയർ ചെയ്യണം. ഇറ്റ്സ് എ വെരി സീരിയസ് മീറ്റിംഗ്, ഇറ്റ്സ് എ വെരി സ്മോൾ മീറ്റിംഗ്. ഒരു കൊച്ചുകൂട്ടമാണ്, എന്നാൽ വിഷൻ കാസ്റ്റ് ചെയ്യാനും നമ്മുടെ യൂത്ത് ഫോർ മിഷൻ പെരുമ്പാവൂരിലെ വർക്കിലേക്ക് ആളുകളെ നമുക്ക് ഇതിൻ്റെ മുഴുവൻ പരിപാടികളൊന്ന് പ്ലാൻ ചെയ്യാനും. യൂത്ത് ഫോർ മിഷൻസിൻ്റെ ഒരു ഇൻ്റർ ഡിനോമിനേഷണൽ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് സഭാ വ്യത്യാസങ്ങൾ ഇവിടെ ഇല്ല. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം ക്രിസ്തുവിൻ്റെ സുവിശേഷം, പ്രത്യേകിച്ച് അടുത്ത തലമുറ ഡിസൈപ്പിൾഡ് ആകണം. കുറേ പരിപാടി നടത്തി കുറേ സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞതുകൊണ്ട് മാത്രമാകുന്നില്ല, നമ്മൾ ശിഷ്യത്വത്തിലേക്ക് അവരെ നയിക്കണം. ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഡെലിബറേറ്റ് എഫേർട്ട്. അപ്പോൾ അത് എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും പെരുമ്പാവൂർ ദേശത്ത് നിങ്ങൾക്കറിയാവുന്നവരുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് ചെയ്യണം, ഇവരോട് ഷെയർ ചെയ്യണം. നാളെ 3:30 അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വൈകുന്നേരം പിന്നെ കുറുപ്പുംപടിയിൽ ഒരു കൺവെൻഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് തിരിച്ചു വരാൻ. അതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ വളരെ സന്തോഷത്തോടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച നമ്മുടെ സെഷൻ കാണത്തില്ല. അടുത്ത ആഴ്ച ഞാനും അപ്പയും കൂടെ ഹിമാചൽ, നമ്മുടെ മിഷൻ വർക്ക് ഹിമാചൽ, പഞ്ചാബ്, ഹരിയാന അവിടെ പോയി കഴിഞ്ഞിട്ട് കറക്റ്റ് അതിൻ്റെ അടുത്ത സാറ്റർഡേ ആകുമ്പോഴത്തേക്ക് എത്തും. അപ്പോഴത്തേക്ക് എനിക്ക് പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കാൻ സാധിച്ചാൽ ഞാൻ അടുത്ത സാറ്റർഡേ നമുക്ക് ബൈബിൾ സ്റ്റഡി. അപ്പോൾ അടുത്ത സാറ്റർഡേ ബൈബിൾ സ്റ്റഡി കാണത്തില്ല എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതിൻ്റെ അടുത്ത സാറ്റർഡേ ദൈവം അനുവദിച്ചാൽ കുറച്ച് നല്ല റിപ്പോർട്ടുമായിട്ട് വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹിമാചൽ, പഞ്ചാബിലെ പ്രവർത്തനം, നമ്മുടെ അവിടുത്തെ ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ഷൻ കഴിയാറായി. നമ്മൾ പഞ്ചാബ് ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 2021 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ദൈവം അനുവദിച്ചാൽ അത് അവിടെ ഒരു കൺവെൻഷൻ നടത്തണം ഈ വർഷം. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കർത്താവിൻ്റെ വേല വളരെ സ്പീഡിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് ആളില്ല. അപ്പോൾ നിങ്ങൾ ആളിന് വേണ്ടി പ്രാർത്ഥിക്കണം, വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വി നീഡ് പീപ്പിൾ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഓക്കെ, നമുക്ക് ഇന്ന് നമ്മുടെ സെഷനിലേക്ക്, നമ്മുടെ ഔട്ട്ലൈൻ നമുക്കറിയാമല്ലോ. ഞാൻ ആ ഔട്ട്ലൈനിലേക്ക് കടക്കുന്നില്ല. അവസാനത്തെ ഭാഗത്തിൻ്റെ ഔട്ട്ലൈനിൽ 1ാമത്തെ മിഷണറി യാത്ര, അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പോൾസ് ഫസ്റ്റ് മിഷണറി ജേണി നമ്മൾ കഴിഞ്ഞ സെഷനിൽ തുടങ്ങി. പോൾസ് ഫസ്റ്റ് മിഷണറി ജേണി, അതാണ് നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ അടുത്ത സെഷൻ യെരുശലേം കൗൺസിലാണ്. അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യം. ഇതിനകത്ത് ഇച്ചിരെങ്കിലും ഡോക്ട്രിനലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നല്ലൊരു നാരേറ്റീവാണ്. സെക്കൻഡ് മിഷണറി ജേണി, പിന്നെ തേർഡ് മിഷണറി ജേണി. അതോടെ നമ്മുടെ പുസ്തകം തീരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മാപ്പ് ഒന്നുകൂടെ കാണിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഓർക്കുന്നു. നമ്മൾ അന്ത്യോക്യയിൽ തുടങ്ങി, സിറിയയിലുള്ള അന്ത്യോക്യയിൽ തുടങ്ങി. അവിടാണ് ആദ്യം ക്രിസ്ത്യാനി എന്നുള്ള പേര് വന്നത്. അവിടുന്ന് നേരെ അവർ വന്നത് സലാമിസ് പാഫോസ്, ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, അതായത് ബർണബാസിൻ്റെ സ്ഥലം സൈപ്രസ്. അവിടുന്ന് മാറി നേരെ എങ്ങോട്ട് പോയി? അവർ പംഫിലിയയിലേക്ക് പോയി. പംഫിലിയയ്ക്ക് പോയി പെർഗായി ചെന്നു. പക്ഷെ പെർഗായി പ്രസംഗിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിസിഡിയൻ ആന്റിയോക്ക് അവിടെ ചെന്നു. അവിടുന്ന് അവർ ഓടിച്ചു. ഇപ്പോൾ പിന്നെ അവിടുന്ന് ഓടിച്ചിട്ടത് കൊണ്ട് അവർ നേരെ ഇക്കോനിയയിലേക്ക് പോയി. ഇക്കോനിയയിൽ നിന്ന് അടുത്ത ഭാഗം, അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്, ലൂസ്ത്രയിലേക്കുള്ള യാത്ര. അതാണ് ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള വിഷയം. പിന്നെ തിരിച്ചവർ അന്ത്യോക്യയിൽ. അപ്പോൾ ഇന്നത്തെ സെഷൻ കഴിയുമ്പോഴത്തേക്ക് അവർ സിറിയയിലുള്ള അന്ത്യോക്യയിൽ തുടങ്ങുന്നു. അവരുടെ പാഫോസിൽ ചെല്ലുന്നു, പെർഗായിലൂടെ പിസിഡിയൻ ആന്റിയോക്ക്, ഇക്കോനിയയിൽ നിന്ന് ലൂസ്ത്ര ഡെർബി, പിന്നെ അവിടുന്ന് തിരിച്ച് പെർഗ, തിരിച്ച് അന്ത്യോക്യയിൽ. ഓക്കെ, ആ ഒരു ഫുൾ ജേണിയാണ് ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൾ റൈറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക്, നമ്മുടെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം.
ആഹ് ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഴ്സസിലേക്ക് പോകുന്നതിന് മുമ്പ് പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. ഈ ഗിഫ്റ്റഡ്നെസ്, അതായത് ദൈവം കൃപാവരങ്ങൾ തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അത് പ്രൈമറിലി സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ബർണബാസ് പൗലോസിനെ നമ്മൾ കാണുമ്പോൾ ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ ഒരു ചെറിയ പ്രത്യേകതകൾ ഞാൻ പെട്ടെന്ന് പറയാം. കാരണം ഇതൊക്കെ ഈ കൃപാവരങ്ങളാണ് കർത്താവിൻ്റെ വേലയിൽ നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ നാം ജ്വലിപ്പിക്കേണ്ടത്. വി ഹാവ് ടു ഫാൻ ഇൻ ടു ഫ്ലെയിം ദീസ് ഗിഫ്റ്റ്സ്. എന്താണ്? ഒന്ന്, ദ ഗിഫ്റ്റ് ഓഫ് പ്രീച്ചിങ്. അവർ വളരെ ശക്തമായി തൻ്റെ ഇടത്തോടുകൂടെ സത്യം പ്രസംഗിച്ചു. അതാണ് അവരുടെ ഒന്നാമത്തെ കൃപ. ഇപ്പോൾ ഒരു സുവിശേഷം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കൃപ, കർത്താവെ സുവിശേഷം ശക്തിയോടെ, സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിക്കാനുള്ള കൃപ. ദാറ്റ് ഈസ് വൺ തിങ്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഇസ് ദ ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്. ഇത് പ്രസംഗിച്ചാൽ മാത്രം പോരാ, പിന്നെ എങ്ങനെയാണ് പഠിപ്പിക്കുക. അപ്പോൾ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് യൂഷ്വലി ഗോ ടുഗെദർ. അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ചിലരാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ട് ചാടും, പിന്നെ മറ്റേ സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ട് ചാടും. എന്നാൽ അവിടെ വളർച്ച സംഭവിക്കത്തില്ല. ഗ്രോത്ത് ഡസൻറ്റ് ഹാപ്പൻ. വളർച്ച സംഭവിക്കണമെങ്കിൽ, വളരെ ഡീപ്പ് റൂട്ടഡ് ഡിസൈപ്പിൾസ് ഉണ്ടാകണമെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട്, സംഘടിതമായി ദൈവവചനം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ വേഴ്സ് ബൈ വേഴ്സ്, ചാപ്റ്റർ ബൈ ചാപ്റ്റർ, ബുക്ക് ബൈ ബുക്ക് പഠിക്കുന്നത്. 3, ഗിഫ്റ്റ് ഓഫ് എക്സോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചതിന് ശേഷം കേട്ടവരോടും ശിഷ്യന്മാരോടും ഈ വിശ്വാസത്തിൽ തുടരുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലരാണെങ്കിൽ പെട്ടെന്ന് അവർ കർത്താവിൻ്റെ രക്ഷിതായി സ്വീകരിക്കും, പിന്നെ അവൻ്റെ വഴിക്ക് വിടുന്നു, പിന്നെ അവൻ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് യു നീഡ് ടു എൻഷുർ ദാറ്റ് ദേ കണ്ടിന്യൂ ഇൻ ദ ഫെയ്ത്ത്. അപ്പോൾ ഈ വിശ്വാസത്തിൽ തുടരുക എന്ന് പറയുന്നത് ശിഷ്യത്വത്തിൻ്റെ വലിയ ആവശ്യം. അപ്പോൾ അവരെ എപ്പോഴും എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സഹോദരങ്ങൾ ക്ഷീണിക്കും. ചിലപ്പോൾ പുതിയ വിശ്വാസികളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് സംശയങ്ങൾ വരും. അവരെ വിശ്വാസത്തിൽ തുടരാൻ വേണ്ടി എക്സോർട്ട് ചെയ്യുക. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ ഗിഫ്റ്റ് ഓഫ് ലീഡർഷിപ്പ്. എന്താണ് ഗിഫ്റ്റ് ഓഫ് ലീഡർഷിപ്പ്? ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ വേറെ കുറേ ലീഡേഴ്സിനെ കണ്ടുപിടിക്കണം, മൂപ്പന്മാരെ. അവരുടെ മുകളിൽ നിൽക്കാൻ അതുകൊണ്ടാണ് പെരുമ്പാവൂർ നമ്മൾ നടത്തുന്നത്, അതുകൊണ്ടാണ് കൊച്ചി നമ്മൾ നടത്തുന്നത്, അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിൽ നടത്തുന്നത്. എന്താണ് ലീഡർഷിപ്പ്? കാരണം നമ്മളൊരു പരിപാടി നടത്തുക. ഇപ്പം നമ്മൾ മെയിൽ ദൈവം അനുവദിച്ചാൽ വലിയ ഒരു പെരുമ്പാവൂരിലൊരു ഔട്ട്റീച്ച് ഇവൻ്റ് പ്ലാൻ ചെയ്യണം, മൈതാനത്തിൽ തന്നെ, സ്റ്റേഡിയത്തിൽ തന്നെ. അപ്പോൾ ഈ സ്റ്റേഡിയത്തിൽ നമ്മൾ മീറ്റിംഗ് നടത്തി കഴിയുമ്പോൾ ഒരുപാട് സീക്കേഴ്സ് കാണും. കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന അനേകർ കാണും. പക്ഷെ ഇവരെ പിന്നെ എന്താ ചെയ്യുന്നത്? വാട്ട് ഡു യു ഡു വിത്ത് ദം? അവരെ ശിഷ്യത്വത്തിലേക്ക് നയിക്കണമെങ്കിൽ അപ്പോഴത്തേക്ക് ലീഡേഴ്സ് ഉണ്ടാകണം. ആ വിഷൻ സ്വീകരിച്ച് അതിലേക്ക് മുന്നോട്ട് പോകുന്ന ലീഡേഴ്സ്. അപ്പം യു ഹാവ് ടു അപ്പോയിന്റ് ലീഡേഴ്സ്. ചിലപ്പോൾ ആണെങ്കിൽ ഈ ശുശ്രൂഷയിൽ സംഭവിക്കുന്നത് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകും. നമ്മൾ സൂപ്പർ സ്റ്റാറായിട്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ, പക്ഷെ അങ്ങനെ ഒരിക്കലും സഭ വളരത്തില്ല. സഭ വളരണമെങ്കിൽ ഓരോ സ്ഥലത്ത് അതാതായിട്ടുള്ള ആളുകൾ ലീഡേഴ്സായിട്ട് വരണം. എന്നാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. സോ എവ്രിബഡി ഈസ് എ ലീഡർ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമ്മൾ ആ ലീഡർഷിപ്പ് മാൻഡിൽ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ പൗലോസിനെയും ബർണബാസിനെയും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണ് കാണുന്നത്? ഈ 4 ക്വാളിറ്റീസും അവരിൽ കാണുന്നുണ്ട്. പക്ഷെ എവിടെയാണ് ഇവർ തുടങ്ങിയത്? അവരെ അന്ത്യോക്യയിൽ ദൈവം ഏൽപ്പിച്ച ആ ചെറിയ ശുശ്രൂഷ അവർ വിശ്വസ്തമായി മുന്നോട്ട് ചെയ്തപ്പോഴാണ് അവരെ പിടിച്ച് ലോകത്തിൻ്റെ അപ്പോസ്തലന്മാരാക്കി മാറ്റിയത്. പലരും എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ആ ചെറിയ കാര്യം ഉണ്ടല്ലോ, അത് ചെയ്യാൻ നമ്മൾ മടി കാണിക്കും. പക്ഷെ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇൻട്രസ്റ്റിലാണ്. ഒരിക്കലും ദൈവരാജ്യത്തിൽ ഇത് നടക്കത്തില്ല. ഒരിക്കലും നടക്കത്തില്ല. കർത്താവ് ഒരുത്തനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പുറകെ നടന്നോണം. അവനെ ശിഷ്യത്വത്തിലേക്ക് വളർത്തണമെങ്കിൽ അവനെ തന്നെ വളർത്തിക്കണം. ഇറ്റ് ഈസ് ഇൻ ദ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ സ്മോൾ തിങ്സ് ദാറ്റ് ഗോഡ് ഓപ്പൺസ് ദ ഡോർ ഫോർ ബിഗർ തിങ്സ്. എപ്പോഴും അത് ഓർത്തോണം. എന്നെ ദൈവം എവിടെ ആക്കി വെച്ചിരിക്കുന്നു, എന്നെ ദൈവം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്നു, അത് ഞാൻ നല്ലതുപോലെ ചെയ്യണം, എക്സലൻ്റ് ആയിട്ട് ചെയ്യണം. ഉഴപ്പ് പരിപാടി കാണിക്കരുത്. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങൾ രാവിലെ സൺഡേ സ്കൂളിൽ പോകുമ്പോൾ ദൈവം എനിക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളാന്നുള്ള ബോധ്യത്തിൽ ഏറ്റവും നല്ലതുപോലെ സുവിശേഷം അവരെ പറഞ്ഞു ബോധിപ്പിക്കണം. അനേക കുഞ്ഞുങ്ങൾ കർത്താവിനെ അറിയുന്ന സൺഡേ സ്കൂളിലാണ് യഥാർത്ഥമായിട്ട് പഠിപ്പിച്ചാൽ. സോ ടേക്ക് യുവർ സിമ്പിൾ ടാസ്ക്സ് വെരി സീരിയസ്ലി. നമ്മുടെ ഈ ഇന്നലെ ഒരാൾ എന്നെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞിങ്ങനെ, ഞാൻ സൂമിൽ കൂടെ കയറാറുണ്ട് ഞങ്ങൾക്ക്. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമാണ്, 2020 നമ്മൾ 8 പേർക്ക് വേണ്ടി തുടങ്ങിയതാ. ബട്ട് യുവർ ഫെയ്ത്ത്ഫുൾനെസ് ഇൻ സ്മോൾ തിങ്സ് ഓൾവേസ് ഡിറ്റർമിൻസ്
ഹൗ ഗോഡ് വിൽ എൻട്രസ്റ്റ് യു വിത്ത് ബിഗർ തിങ്സ്. അതുകൊണ്ട് ഒരിക്കലും ചെറിയ കാര്യങ്ങളിൽ മടി കാണിക്കരുത്, അലസരത കാണിക്കരുത്. ഗോഡ് വിൽ റിവാർഡ് യു വിത്ത് ദ ഗ്രേറ്റർ തിങ്സ്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പാസേജിലേക്ക് കടക്കുകയാണ്. 14-ാമത്തെ അധ്യായം 1 മുതൽ 7 വരെ, ചാപ്റ്റർ 14 വേഴ്സസ് 1 to 7. ഇക്കോന്യയിൽ അവർ ഒരുമിച്ച് യഹൂദന്മാരുടെ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരിലും യവനന്മാരിലും വലിയൊരു പുരുഷാരം വിശ്വസിപ്പാൻ തക്കവണ്ണം സംസാരിച്ചു. ഇപ്പോൾ ഇക്കോന്യയിലാണ്. വിശ്വസിക്കാത്ത യഹൂദന്മാരോ ജാതികളുടെ മനസ്സ് സഹോദരന്മാരുടെ നേരെ ഇളക്കി വഷളാക്കി. എന്നാൽ അവർ വളരെ കാലം ഇവിടെ പാർത്ത് കർത്താവിൽ ആശ്രയിച്ച് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തന്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. എന്നാൽ പട്ടണത്തിലെ ജനസമൂഹം ഭിന്നിച്ച് ചിലർ യഹൂദന്മാരുടെ പക്ഷത്തിലും ചിലർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തിലുമായി. അവരെ അപമാനിപ്പാനും കല്ലെറിവാനും ജാതികളും യഹൂദന്മാരും അവിടത്തെ പ്രമാണികളോടുകൂടെ ഒരു അക്രമം ഭാവിച്ചപ്പോൾ അവർ അത് ഗ്രഹിച്ച് ലൂസ്ത്ര, ദെർബ എന്ന ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും ചുറ്റുമുള്ള ദേശത്തിലേക്കും ഓടിപ്പോയി അവിടെ സുവിശേഷം അറിയിച്ചു പോന്നു. ഓക്കെ, ഇപ്പോൾ ഇക്കോന്യയിലാണ്. ഞാൻ എപ്പോഴും പറഞ്ഞത്, പൗലോസ് എവിടാ തുടങ്ങുന്നത്? പൗലോസ് തുടങ്ങുന്നത് എപ്പോഴും സിനഗോഗിലാണ്. എവിടാ പ്രസംഗിച്ചു തുടങ്ങിയത്? സിനഗോഗ്. എവിടെ ചെന്നാലും, ജാതികളുടെ അപ്പോസ്തലനാണ് പൗലോസ് എങ്കിലും എവിടെ ചെന്നാലും ആദ്യം പോകും സിനഗോഗിൽ. കാരണം എന്നാ? സുവിശേഷം കേൾക്കാത്ത യഹൂദന്മാർ അവിടെ ഉണ്ട്. സിനഗോഗിൽ ചെന്ന് പ്രസംഗിക്കും. അപ്പോൾ ദൈവം നമുക്ക് അയച്ചു വെച്ചിരിക്കുന്ന ആദ്യം യെരുശലേമിൽ പോകണം എന്നുള്ളത് മനസ്സിലായി. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോൾ സുവിശേഷം പരക്കാൻ തുടങ്ങുകയാണ്. സുവിശേഷം പരക്കുമ്പോൾ ആളുകളെ ഇളക്കാൻ ചില പുള്ളികൾ ഇവരുടെ പിറകിൽ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു കൂട്ടരുണ്ട്. അത് നമ്മളെപ്പോഴും ഓർത്തോണം. നമ്മൾ ഒരിടത്ത് സുവിശേഷവുമായി ചെല്ലുമ്പോൾ, ചിലപ്പോൾ ഒരു കുടുംബത്തിലായിരിക്കും, നമ്മുടെ പുറകിൽ ഇളക്കാൻ വേണ്ടി കുറച്ച് പാർട്ടികൾ കാണും. ഇപ്പം നമ്മൾ നമ്മുടെ കുറച്ച് സ്നേഹിതരുടെ അടുക്ക് ചെന്ന് നമ്മൾ സുവിശേഷം പറഞ്ഞു പോട്ടെ, ഒരു കുടുംബക്കാരാന്ന് വിചാരിച്ചു. നമ്മൾ പോയി കഴിയുമ്പോൾ ഇളക്കാൻ വേണ്ടി അടുത്ത ടീം വരും. ഇത് സുവിശേഷത്തിന്റെ ഒരു റെഗുലർ മോഡാണ്. അപ്പം നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഭയങ്കരമായിട്ട് ഇളക്കാൻ. അപ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്, ഇതിന്റെ ഗ്രീക്ക് വേർഡ് എന്ന് പറയുന്നത് കാക്കു, ഇളക്കി എന്ന് പറയുന്നത്, അതായത് സ്റ്റേർഡ് അപ്പ് എന്ന് പറഞ്ഞ ഈ കാക്കു എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം വിഷം കൊടുത്തുന്ന, പോയിസൺ. ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. വിഷം ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറെ പാർട്ടികൾ. നമ്മൾ അങ്ങോട്ട് ചെന്ന് സുവിശേഷം പറയും. നമ്മൾ അങ്ങോട്ട് പറഞ്ഞേച്ച് പോകുമ്പം വേറെ കുറച്ച് പാർട്ടികൾ വന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഇതങ്ങ് കലക്കും. പിന്നെ സ്നേഹബന്ധം പോവും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ സുവിശേഷം കേൾക്കാൻ നമുക്ക് അവരെ കിട്ടത്തില്ല. ഇങ്ങനെ കുറച്ച് പാർട്ടികൾ ഉണ്ട്. എന്നാൽ ശിഷ്യന്മാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഇളക്കാൻ ആളുകൾ വന്നാലും ഇവരെ ഇളക്കാൻ ആർക്കും പറ്റത്തില്ല. ഇവർ വളരെ ക്ലിയർ ആണ്. ഇവരുടെ ദൗത്യം എന്താണെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവം എന്തിനു വേണ്ടിയാണ് വിളിച്ചെന്നവർക്കറിയാം. ദേ ആർ ഗോയിങ് ഫോർവേഡ്. അപ്പൊ ബോൾഡ്നെസ് ആണ് ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത്. ധൈര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്ന കാലങ്ങളിൽ ഇത് വലിയ പ്രയാസമാകാൻ പോവുകയാണ്, ബുദ്ധിമുട്ടാകാൻ പോവുകയാണ്. സുവിശേഷം പങ്കുവെക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് ചിലപ്പോൾ ഞാൻ മുമ്പേ പറയുന്ന പോലെ രാജസ്ഥാൻ്റെ ദേശങ്ങളിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ വലിയ വലിയ പ്രയാസങ്ങളായിരിക്കും. അവിടെ കല്ലെറിയാനും കൊല്ലാനും ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റിൽ ഒരുപക്ഷെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നിന്ന് മാറ്റുന്ന ഒരു അനുഭവം, നമ്മളെ അവരുടെ കൂട്ടങ്ങളിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത ഒരു അനുഭവം, പിന്നെ നമ്മളെ ഡിന്നറിന് വിളിക്കാത്ത അനുഭവങ്ങൾ, ഇങ്ങനത്തെ അനുഭവങ്ങളോടായിരിക്കും ചിലപ്പോൾ നമ്മൾ പോകുന്നത്. പക്ഷെങ്കിൽ നമ്മൾ ധൈര്യത്തോടെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം. ഡിസേൺമെന്റ് വേണം, ഒരുപാട് കൃപ വേണം, ജെന്റിലായിരിക്കണം. ഇതൊക്കെ സത്യമാണ്. പക്ഷെങ്കിൽ കൃപ. ഇവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യം, ദ ഗോസ്പൽ ഓൾവേസ് ഡിവൈഡ്സ്. സുവിശേഷം എന്ന് പറയുന്നത് ആളുകളെ ഭിന്നിപ്പിക്കുന്ന കാര്യമാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു വിൽ സീ ഓൺലി 2 ഗ്രൂപ്പ്സ്. ഒന്നെന്താ? വിശ്വസിക്കുന്നവരും പിന്നെ വിശ്വസിക്കാത്തവരും. ഇതെപ്പോഴും ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ്. എന്നാൽ ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കഴിഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്തു. ഇത് മൂവ് ചെയ്തതിൻ്റെ കാരണം ഭയം കൊണ്ടല്ല. ഇത് ദൈവം തരുന്ന വിവേചന ശക്തിയാണ്. ചില സ്ഥലത്ത് ദൈവം പറയും നീ ഇനി ഇവിടെ നിന്ന് പോരാടണം. ചില സ്ഥലങ്ങൾ ദൈവം പറയും ഇത് മതി, ഇനി അടുത്ത സ്ഥലത്തേക്ക് നീ പോകാൻ സമയമായി. സോ ഇതൊരു ഒരു 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 ഡിസേൺമെന്റ് ആണ്. ഇത് പ്രൂഡൻസ് ആണ്. മണ്ടത്തരം കാണിക്കേണ്ട കാര്യമില്ല, ഡിസേൺമെന്റ് ആണ്. അപ്പോൾ ആദ്യം ധൈര്യമാണ് കാണുന്നത്. ഇതിന് ശേഷം ഒരു ലൂസ്ത്രയിലേക്ക് പോകുന്നു. അവിടെ വലിയ അത്ഭുതം നടക്കാൻ പോവാണ് ലൂസ്ത്രയിൽ. അപ്പോൾ ലൂസ്ത്രയിൽ 8-ാമത്തെ വാക്യം തൊട്ട് വേഴ്സ് 8 ഓൺവേർഡ്സ്. ലൂസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ഇരുന്നിരുന്നു. അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട്
അവൻ അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവർ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പൗലോസ് ചെയ്തത് പുരുഷാരം കണ്ടിട്ട്, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ലുക്കോവന്യ ഭാഷയിൽ നിലവിളിച്ചു പറഞ്ഞു. ബർണബാസിന് ഇന്ദ്രൻ എന്നും പൗലോസ് മുഖ്യപ്രസംഗകനാകയാൽ അവന് ബുധൻ എന്നും പേർ വിളിച്ചു. പട്ടണത്തിന്റെ മുമ്പിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതൻ കാളകളെയും പൂമാലകളെയും ഗോപുരത്തിങ്കൽ കൊണ്ടുവന്നു പുരുഷാരത്തോടുകൂടെ യാഗം കഴിപ്പാൻ ഭാവിച്ചു. അപ്പോൾ ഇവിടെ വലിയ അത്ഭുതം നടക്കാൻ പോവാണ്. ഈ അത്ഭുതം ആരിലാണ് ചെയ്യുന്നത്? ഒരു മനുഷ്യൻ. അവൻ ജന്മന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഇതെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭം മുതൽ പാപത്തിൽ മുടന്നുള്ളവരാണ്. ജനിച്ചു കഴിയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പാപം ചെയ്യുന്നത് കൊണ്ടല്ല പാപി, അവൻ പാപിയായി ജനിക്കുന്നത് കൊണ്ടാണ് അവൻ പാപം ചെയ്യുന്നത്. സോ ദ റൂട്ട് കോസ് ഇസ് ദാറ്റ് വി ആർ ബോൺ ഇൻ സിൻ. പാപത്തിൽ ഗർഭം ധരിച്ചു എന്നാണ് പഴയ നിയമ രാജാവായ ദാവീദ് സങ്കീർത്തനത്തിലൂടെ പറയുന്നത്. പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. സോ ഹി വാസ് ബോൺ ഇൻ സിൻ. എന്നാൽ ഇവിടെ മനസ്സിലാകുന്ന ഒരു കാര്യം, സുവിശേഷത്തിനാണ്, ഓൺലി ദ ഗോസ്പൽ ക്യാൻ ഹീൽ ദ ലേംനെസ് ഓഫ് സിൻ. പാപത്തിൽ ഗർഭം ധരിച്ചു എന്നുള്ള സത്യമാണ്. സുവിശേഷത്തിന് മാത്രമേ എന്നെ ഉയർപ്പിക്കാൻ ഒക്കത്തുള്ളൂ. എനിക്ക് തന്നെത്താൻ എഴുന്നേൽക്കാൻ സാധിക്കത്തില്ല. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. ഹി കുഡ് നോട്ട് വാക്ക്. ഞാൻ എന്നാ എഴുന്നേൽക്കട്ടെ? 10 പേര് വന്ന് അദ്ദേഹത്തിന്റെ അടുക്ക വന്നിട്ട്, ഗെറ്റ് അപ്പ്, യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഉറക്കെ വന്ന് ചെവി പറഞ്ഞാൽ അവൻ എഴുന്നേൽക്കാൻ ഒക്കത്തില്ല, കാരണം അവൻ മുടന്തുള്ളവനാണ്. ലൈക്ക് വൈസ് സിൻഫുൾ മാൻ ക്യാൻ നോട്ട് സേവ് ഹിംസെൽഫ്. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ തെറ്റായ പഠിപ്പീര് ഒരു ഹ്യൂമനിസം എന്ന് പറയുന്നത്, നിന്നെ രക്ഷിക്കാനുള്ളത് നിന്റെ അകത്തുണ്ട് എന്നുള്ള പഠിപ്പീരാണ്. എൻ്റെ അകത്തൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് ഇപ്രകാരം പറഞ്ഞത്. എന്താണ്? എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. എൻ്റെ സാൽവേഷൻ സീരീസ് കേട്ടിട്ടുള്ളവർക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ എന്നിൽ ഒന്നും വസിക്കുന്നില്ല നല്ലതായിട്ടുള്ളത്. അപ്പൊ ഐ ഹാവ് നത്തിങ് ഇൻ മീ ദാറ്റ് ക്യാൻ സേവ് മീ. ഓൺലി ദ ഗോസ്പൽ ക്യാൻ റിസറക്ട്. അതിൻ്റെ ഒരു അടയാളമാണ് ഇവിടെ. ഒരു അത്ഭുതം നടക്കുന്നു. പെട്ടെന്ന് ഇവൻ എഴുന്നേറ്റ് അത്ഭുതമെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ആളുകൾ പെട്ടെന്ന് ഇവരുടെ ആരാധകരായി മാറുകയാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴും ഓർക്കേണ്ടത്, along with power and the results in service for Christ comes the temptation for pride. കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ നല്ല കുറച്ച് റിസൾട്ട് ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിൽ അഹന്ത ഉണ്ടാകാൻ നല്ല സാധ്യതയുണ്ട്. ദൈവത്തിന്റെ വേലയിലായിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയം, ഉള്ളിൻ്റെ ഉള്ളിൽ അഹന്ത ഉണ്ടാകുവാൻ സാധ്യത വളരെ എളുപ്പമാണ്. കാരണം എന്നാ? പബ്ലിക് മിനിസ്ട്രിക്കകത്ത് വരുന്നൊരു കാര്യമാണ് അഹന്ത. 2, മനുഷ്യന്റെ ഉള്ളിൽ അഹന്ത ഉണ്ടാകുമ്പോൾ ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് ബോധം ഉള്ളവനായിരിക്കത്തില്ല. ഇറ്റ് ഈസ് എ വെരി സട്ടിൽ സിൻ. ഒളിഞ്ഞിരിക്കുന്ന ഒരു പാപമാണ് അഹങ്കാരം. ഞാനിത് മുമ്പ് നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മുടെ യൂട്യൂബ് ലെസൺസ് കേൾക്കുന്ന ഒരു സിസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല ഒരിക്കലും. 2 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, എൻ്റെ എല്ലാ മെസ്സേജും കേൾക്കുന്നു. അപ്പോൾ എന്നോട് പറയുമ്പോൾ സ്നേഹത്തിലാണ് പറയുന്നതെന്ന് എനിക്കറിയാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കാരണവശാൽ അഹം ഉണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട്. ദൈവസന്നിധിയിൽ അത് ഏറ്റു പറയണം. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സാധാരണ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പം എന്നെ പല സ്ഥലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം പലരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഇതെല്ലാം ഉണ്ടായിട്ടും ഭയങ്കര വിനയമുള്ളൊരു വ്യക്തിയാണെന്ന് അങ്ങ് പറയും. അപ്പം ഞാൻ എന്നോട് തന്നെ ഓർത്തു, എടാ എനിക്ക് പല കാര്യങ്ങളുണ്ടെങ്കിലും വിനയം എനിക്കുണ്ടെന്നുള്ളതാണ് എൻ്റെ ചിന്ത. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു. കാരണം ആളുകൾ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അപ്പം ഞാൻ ഓർത്തു, എടാ ശരിയാ, അപ്പം എനിക്ക് നല്ല വിനയമായിരിക്കും. വേറെ ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണും, പക്ഷെങ്കിൽ വിനയം നമുക്ക് നമ്മുടെ കൂടപ്പുറപ്പാന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ച് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്. എന്നാൽ അടുത്ത 2-3 ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ ദൈവം വ്യക്തമായും വെളിപ്പെടുത്തി തന്നൊരു കാര്യമാണ്, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് അഹങ്കാരം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ ഏറ്റുപറഞ്ഞ് ഞാൻ കുറച്ച് നാളോടെ മുമ്പോട്ട് പിന്നെ ഈ ഫോൺ കോൾ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോഴും അഹങ്കാരം ഉണ്ടെന്നാണ് ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നത്. വളരെ സ്നേഹത്തോട് പറയുന്നതുകൊണ്ട് എനിക്കറിയാം ഇത് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം.
ഞാൻ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവം പല പല മേഖലകൾ, ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത മേഖലകൾ എന്നെ കാണിച്ചു തന്നു, എന്നെ കാണിച്ചു തന്നു. അപ്പോൾ ഒരാൾ എന്നെ ഇത് എന്നോടിത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാനിത് അറിയത്തു പോലുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാസ്തവം. വാസ്തവം. സോ പ്രൈഡ് ഇസ് വെരി സട്ടിൽ. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ കിടക്കുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. അതെങ്ങനെയാണ് ഈ പ്രൈഡിനെ ഹാൻഡിൽ ചെയ്യുന്നത്? എപ്പോഴും ക്രൂശിലേക്ക് നോക്കണം. നമ്മൾ വെറും യൂസ്ലെസ് ആയിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ നമ്മളെ ചേറ്റക്കുടിയിൽ നിന്ന് അവൻ നമ്മെ രക്ഷിച്ചത് കൊണ്ടാണ് നാം ഇവിടെ നിൽക്കുന്നത്. നമ്മുടെ ഒരു ഗുണം കൊണ്ടോ നമ്മുടെ ഒരു പാരമ്പര്യം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഒരു വെർച്യു കൊണ്ടല്ല. ഇത് നമ്മൾ ക്രൂശയിലോട്ട് നമ്മൾ വീണ്ടും 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 നോക്കിയില്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അഹങ്കാരം വരും. അതെപ്പോഴും ഓർത്തോണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ നമ്മളോട് വന്ന് ഇത് ഞാൻ പറഞ്ഞില്ല, എന്നോട് എൻ്റെ ആയുസ്സി ഒരു മനുഷ്യരും എന്നെ തിരുത്തത്തില്ല. ബ്രദർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഓ ബ്രദർ എത്ര നല്ല മനുഷ്യനാണ്. നമ്മളെ ഒരു മനുഷ്യൻ തിരുത്തത്തില്ല. തിരുത്താത്തത് കൊണ്ട് എന്താ പ്രശ്നം? നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങൾ കിടക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. So we need to thank God for people who are honest enough to tell us the truth. അതിനായിട്ട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യണം. അങ്ങനെയുള്ള സ്നേഹിതരും സഹോദരന്മാരെയും കൊണ്ട് സറൗണ്ട് യുവർ സെൽഫ്. എപ്പോഴും ഓൾവേസ് സറൗണ്ട് യുവർ സെൽഫ്. നമ്മളെ ജീവിതത്തിൽ ഒരു തെറ്റ്, നീ അങ്ങനെ പറഞ്ഞത് ശരിയല്ല, കയർത്തി പറഞ്ഞത് ശരിയല്ല, യുവർ ആറ്റിറ്റ്യൂഡ്സ് ആർ നോട്ട് റൈറ്റ്, യുവർ ബിഹേവിയേഴ്സ് ആർ നോട്ട് റൈറ്റ്, ഇറ്റ്സ് നോട്ട് ഗോഡ് ഗ്ലോറിഫൈ. ഇങ്ങനെ പറയാൻ പറ്റുന്ന വിശ്വാസി സമൂഹം ഉണ്ടാകണം നമ്മുടെ ചുറ്റും. നിന്റെ കുഞ്ഞിനെ വളർത്തുന്ന വിധം ശരിയല്ല എന്ന് പറയണം. ഞാൻ കണ്ടു എങ്ങനെയാണ് നിന്റെ കുഞ്ഞിനെ തിരുത്തിയത്, അങ്ങനല്ല തിരുത്തേണ്ടത്. ഒരു വിശ്വാസി അങ്ങനല്ല. അങ്ങനെയുള്ള ദൈവമക്കൾ നമ്മുടെ ചുറ്റും ഉണ്ടാകുമ്പോഴേ ക്രിസ്തുവിൽ നമുക്ക് വളരാനൊക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഇരുമ്പിനെ മൂർച്ച കൂട്ടുന്നത് പോലെ, ആസ് അയൺ ഷാർപ്പൺസ് അയൺ, അങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ വളരുന്നത്. അപ്പോൾ ഇതൊരു വലിയ ടെംപ്റ്റേഷനാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ അകത്ത് ഈ അഹങ്കാരം കൊണ്ടുവരും. അപ്പോൾ വീണ്ടും 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 ബൈബിൾ നമ്മൾ കാണുമ്പോൾ ദൈവം വെറുക്കുന്ന ഒരു പാപം, ഒരിക്കലും വ്യഭിചാരത്തെക്കുറിച്ച് വെറുക്കുന്നതെന്ന് എഴുതിയിട്ടില്ല. ദൈവം പാപത്തെ വെറുക്കുന്നു, അത് ശരിയാണ്. അവൻ്റെ മുമ്പിൽ യാതൊരു പക്ഷെ വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ദൈവം ഗർവികളെ വെറുക്കുന്നു, അഹങ്കാരികളെ വെറുക്കുന്നു, അവരോട് ചേർത്ത് നിൽക്കുന്നു. പ്രൈഡ്, ഗോഡ് ഹേറ്റ്സ് ഇറ്റ്. അത് ചിലപ്പോൾ നമ്മുടെ ബിഹേവിയറിൽ വരത്തില്ല കേട്ടോ, അത് അകത്ത് കിടക്കുക. പുറത്ത് കണ്ട ഇതുപോലെ വിനയമുള്ളൊരു മനുഷ്യൻ ലോകത്തിൽ കാണത്തില്ല. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം ചിലപ്പോൾ ഉണ്ടാകും. അത് ദൈവത്തോട് പറയണം, വെളിപ്പെടുത്തി തരണം. എന്തുകൊണ്ടാണ് ഇവരെ ആരാധിക്കാൻ തുടങ്ങിയത്? അത് പെട്ടെന്ന് ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞ് മുന്നോട്ട് പോകാം. എന്തുകൊണ്ടാണ് ഇവരെ ആരാധിച്ചു തുടങ്ങിയത്? ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല. ലൂസ്ത്രയിൽ ഒരു പാരമ്പര്യമുണ്ട്, ഒരു കെട്ടുകഥയുണ്ട്, ഒരു മിത്തോളജി. ആ കെട്ടുകഥ ഇങ്ങനെയാണ്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് പൗലോസും ബർണബാസും അവിടെ വരുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, ഈ രണ്ട് ദേവന്മാർ, അതായത് ഇന്ദ്രനും പിന്നെ ബുധനും, അതായത് സൂസ് ആൻഡ് ഹെർമിസ്, ഇവർ രണ്ട് ദേവന്മാര് സാധാ വേഷം, മനുഷ്യരുടെ വേഷം അണിഞ്ഞ് ലൂസ്ത്രയിൽ വന്നിരുന്നു. അപ്പോൾ ആരും അവരെ എൻ്റർടൈൻ ചെയ്തില്ല, ആരും അവരെ വകവെച്ചില്ല, തിരിഞ്ഞു നോക്കി പോലുമില്ല. ഒരു പ്രായമുള്ള പാവപ്പെട്ട ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെ അവരുടെ വീടിനകത്തോട്ട് വെൽക്കം ചെയ്ത് അവരെ കയറ്റി. അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? ഈ രണ്ട് ദേവന്മാർ സൂസും ഹെർമിസും ഇവരവിടം വിട്ടുപോകുമ്പോൾ ഈ കുടുംബത്തെ ശരിക്കും അനുഗ്രഹിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ദേശത്തെ മുഴുവൻ ഒരു വലിയ ജലപ്രളയം അയച്ച് അവരെ ശപിച്ചു. ഇതാണ് ഇവരുടെ കെട്ടുകഥ. ഇങ്ങനൊരു കെട്ടുകഥ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അത്ഭുതം ചെയ്യുന്ന സാധാരണ വേഷം ധരിച്ചവരെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പണ്ട് നമ്മൾ ചെയ്ത മിസ്റ്റേക്ക് ഇനി ഉണ്ടാക്കരുത്, ഇവരെ നമ്മൾ ആരാധിച്ച്, ഇവരെ നമ്മൾ ഹോസ്പിറ്റാലിറ്റി കാണിച്ച്, ഇവരെ നമ്മൾ ശരിക്കും ആദരിക്കാൻ പോവുക എന്നുള്ളത് അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അത്ഭുതം ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവർ പൗലോസിനെയും ബർണബാസിനെയും ആരാധിക്കാൻ തുടങ്ങി. പൂമാല അണിയുന്നു. അതിന് മുമ്പ് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ, ഗാർലൻഡ് കൊടുക്കുന്നു, പിന്നെ അവരെ ഒരു സിംഹാസനം പോലത്തെ സാധനത്തിന് മണ്ടയ്ക്ക് കയറ്റിയിരുത്തുന്നു, പിന്നെ അവർ വരുമ്പോൾ വലിയ നല്ല കാറുകൾ കൊണ്ട് മുമ്പോട്ട് വരുന്നു. ആകെ പ്രശ്നമാണ്. എന്നാൽ ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ പ്രതികരണം എന്നാ? വാട്ട് ഈസ് ദെയർ റെസ്പോൺസ്? പൗലോസും ബർണബാസിന് ഇത് താങ്ങത്തില്ല. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് ആളുകൾ നമ്മളെ കൈയടിക്കുന്നത്, അല്ലേ? അത് കുഴപ്പമൊന്നുമില്ല, അതിൽ തെറ്റൊന്നുമില്ല. ആളുകൾ നമ്മളോട് കൈയടിച്ച് നമുക്കെല്ലാം ഇഷ്ടമാണ്. നമ്മൾ ബ്രദർ വന്നാൽ മാത്രമേ ഒക്കത്തുള്ളൂ എന്നൊക്കെ പറയും, നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളെല്ലാം ശ്രദ്ധിക്കണേ.
അവരുടെ വസ്ത്രങ്ങളെ കീറി എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ. എന്താ സഹിക്കാൻ പറ്റാഞ്ഞത്? കല്ലേറും ഉപദ്രവമല്ല, പക്ഷേ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, അങ്ങനാണോ നമ്മുടെ മനോഭാവം? ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ഉൾപ്പെടെ ഞാൻ ചോദിക്കുക കേട്ടോ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ഏതെങ്കിലും കാരണവശാലും എനിക്ക് വരുന്നു എന്ന് തോന്നുമ്പോൾ എൻ്റെ ഉള്ളിൽ വസ്ത്രം കീറുന്ന അനുഭവമാണോ, അതോ കോളറൊക്കെ ഒന്ന് പൊക്കി ഏതാ നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല, പക്ഷെ അകത്ത് നമ്മൾ നമ്മളോട് തന്നെ എന്തുമാത്രം മരിക്കേണ്ടത് ആവശ്യമാണെന്നുള്ളത് മനസ്സിലാകുന്നുണ്ടോ? ഈ ശിഷ്യന്മാര് they were dead to their self. അവർക്ക് ആരാധന കിട്ടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വസ്ത്രം കീറി. അങ്ങനത്തെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അങ്ങനത്തെ ഒരു മനോഭാവം, ഹംബിൾ, ട്രൂലി ഹംബിൾ സ്പിരിറ്റ്. എനിക്ക് ഏറ്റവും രസം, ഉപദ്രവം കിട്ടുമ്പോൾ ഇവർ സന്തോഷിക്കുന്നു, ആരാധന കിട്ടുമ്പോൾ വസ്ത്രം കീറുന്നു. ഇന്നത്തെ കാലത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു അപ്പോസ്തലന്മാർ. നേരെ ഓപ്പോസിറ്റ്, വസ്ത്രം കീറുന്നു. ഇന്ന് ഉപദ്രവമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ ദൈവനാമത്തിൽ അങ്ങ് ശപിക്കുക. പിന്നെ കണ്ടോളാം, എല്ലാ പരിപാടിയും നമ്മൾ ചെയ്യും. പക്ഷെ നമ്മളെ ആരെങ്കിലും കൈകൂട്ടി അങ്ങോട്ട് വാഴ്ത്തി കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമാണെന്നറിയോ? അവരെ പിടിച്ച് നമ്മൾ സ്റ്റേജിൽ കയറ്റും. ഇന്നയാള് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തൊക്കെ പരിപാടികളും നാടകങ്ങളും നമ്മൾ കാണിക്കുന്നതെന്ന്? നമുക്ക് വേണ്ടി കൈയടിക്കാനും നമ്മളെ പൊക്കാനും നിൽക്കുന്നവരെ നമ്മൾ ഇങ്ങനെ താങ്ങിക്കൊണ്ടിരിക്കുക. ഇതല്ല അപ്പോസ്തലന്മാരുടെ സ്വഭാവം. അത് കഴിയുമ്പോൾ നിങ്ങൾ കണ്ടോണം, അപ്പൊ അത്ഭുതം നടന്നു, ആളുകൾ ആരാധിക്കാൻ തുടങ്ങി. അത് കഴിയുമ്പോൾ യഥാർത്ഥ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങുന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ട്രാൻസിഷൻ ശ്രദ്ധിച്ചോണം കേട്ടോ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇതങ്ങോട്ട് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ഞാനൊന്ന് വായിക്കട്ടെ, 14-ാമത്തെ വാക്യം. ഇത് അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിന്റെ ഇടയിലേക്ക് ഓടിച്ചെന്ന് നിലവിളിച്ച് പറഞ്ഞത്, പുരുഷന്മാരെ, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ ജീവനുള്ള ദൈവത്തിങ്കലേക്ക് തിരിയണം എന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവർ സകല ജാതികളെയും സ്വന്തം വഴികളെയും നടപ്പാൻ സമ്മതിച്ചു. അവൻ നന്മ ചെയ്യുകയും ആകാശത്തിന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തിരികെ തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോന്നതിനാൽ തന്നെക്കുറിച്ച് സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. അവർ ഇങ്ങനെ പറഞ്ഞ് തങ്ങൾക്ക് യാഗം കഴിക്കാത്ത വണ്ണം പുരുഷാരത്തെ പ്രയാസത്തോടെ തടഞ്ഞു. കേട്ടോ, അപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇതങ്ങോട്ട് ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലാകേണ്ട കാര്യം, പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത്? സത്യസുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ആരാധിച്ചു കൊണ്ടിരുന്നവര് കല്ലെടുത്തു. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ട്രാൻസിഷൻ, മിറക്കിൾ വർക്കിംഗ്, യേശു സൗഖ്യമാക്കും, ഹീലിംഗ് ക്രൂസൈഡ് നടത്തുമ്പോൾ എല്ലാവരും കൈയടിച്ചിങ്ങനെ കൂടുവരികയാണ്. സത്യസുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കല്ലെടുത്തു. ഇതാണ് ട്രാൻസിഷൻ. ആർക്കാണ് ഹീലിംഗ് ക്രൂസൈഡിന് വരാൻ താല്പര്യമില്ലാത്തത്? ലോകം മുഴുവൻ വരും, വിശ്വസിക്കുന്നവനും വിശ്വസിക്കാത്തവനും എല്ലാം വരും. സത്യസുവിശേഷം, ദ ട്രൂ ഗോസ്പൽ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവിടെ ഹോസ്റ്റൽ. അതുകൊണ്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നമ്മളെ സംബന്ധിച്ചോളം ആളുകളുടെ ഒപ്പീനിയൻ വിഷയമല്ല. വി ഷുഡ് ബി ഡെഡ് ടു ദി ഒപ്പീനിയൻസ് ഓഫ് മാൻ. കാരണം ഇന്ന് കൈകൊട്ടുന്നവൻ നാളെ കല്ലെറിയും, ഇന്ന് ഹോശാന ആർക്കുന്നവൻ നാളെ ക്രൂശിക്കാന്ന് പറയും. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. സോ ഡോണ്ട് പ്ലേ ഫോർ ദ ഗാലറി. ഒരു യഥാർത്ഥ ശിഷ്യന്റെ ലക്ഷണമാണ് ആളുകൾ കൈയടിച്ചാലും കൈയടിച്ചില്ലെങ്കിലും, ആളുകൾ കല്ലെറിഞ്ഞാലും കല്ലെറിഞ്ഞില്ലെങ്കിലും അവനെ സംബന്ധിച്ചോളം അവന്റെ ദൂത് മാറുന്നില്ല, അവന്റെ മനോഭാവം മാറുന്നില്ല. ഹി ഈസ് കോൺസ്റ്റന്റ്, ഹി ഈസ് ദ സെയിം. കാരണം ഹി ഈസ് പ്ലേയിങ് ഫോർ ദൻ ഓഡിയൻസ് ഓഫ് വൺ. ഒരൊറ്റയാളാണ് ഓഡിയൻസ്, അത് കർത്താവാണ്. കർത്താവിന് പ്രസാദിപ്പിക്കണം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത്, ദേ മിനിസ്റ്റർഡ് അൺ ടു ദ ലോർഡ്, അല്ലേ? അവര്
ദൈവത്തിന് ശുശ്രൂഷ ചെയ്തെന്നാണ് പറയുന്നത്. കർത്താവിന് ശുശ്രൂഷ ചെയ്തു. മിനിസ്റ്റർ ആദ്യം നമ്മൾ കർത്താവിനാണ് ശുശ്രൂഷ ചെയ്യുന്നത്, ബാക്കിയൊന്നും വിഷയമല്ല. അവിടാണ് ധൈര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മനുഷ്യരുടെ മേലും അവരുടെ ഫീലിങ്സിൻ്റെ മേലും അവർക്ക് എന്ത് ആവശ്യമുണ്ടോ, അവരെന്ത് ആഗ്രഹിക്കുന്നോ, ഇതല്ല നമ്മുടെ ബേസിസ് ഓഫ് മിനിസ്ട്രി. ഇതല്ല നമ്മുടെ ബേസിസ് ഓഫ് മിനിസ്ട്രി. കർത്താവ് എന്നെക്കുറിച്ച് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു, ദാറ്റ് ഈസ് ദ ബേസിസ് ഓഫ് മൈ മിനിസ്ട്രി. കർത്താവ് എന്നെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്, ഞാൻ ഏത് മീറ്റിങ്ങിന് പോകണം. ചില മീറ്റിങ്ങിനൊന്നും ഞാൻ പോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം പോലും അല്ല, അത് എത്ര വലിയ മീറ്റിംഗ് ആണെങ്കിലും. സോ ഐ ബേസ് മൈ ലൈഫ് ഓൺ വാട്ട് ഗോഡ് വാണ്ട്സ്. അപ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഒരു ട്രൂ ഹ്യൂമിലിറ്റി. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കണം, കർത്താവ് യഥാർത്ഥമായിട്ട് ഒരു ഹ്യൂമിലിറ്റി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണേ. 19 വാക്യം, വേഴ്സ് 19. എന്നാൽ അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും യഹൂദന്മാർ വന്ന് കൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. എന്നാൽ ശിഷ്യന്മാർ അവനെ ചുറ്റിൽ നിൽക്കയിൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു. പിറ്റേന്നാൾ ബർന്നബാസിനോടുകൂടെ ദെർബയ്ക്ക് പോയി. ആ പട്ടണത്തിലും സുവിശേഷം അറിയിച്ചു. പലരെയും ശിഷ്യരാക്കിയ ശേഷം ശ്രദ്ധിച്ചെന്ന് വിശ്വസിക്കുന്നു, അവർ ലൂസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. അതും ശ്രദ്ധിച്ചോണം, നാം അനേകം കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവെങ്കിൽ അവരെ ഭരമേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കഷ്ടങ്ങളിലൂടെ പേഴ്സിസ്റ്റ് ചെയ്യുന്ന, നിലനിൽക്കുന്ന ശിഷ്യന്മാർ. അപ്പോൾ നമ്മൾ അത്ഭുതം ചെയ്യുന്ന കാലത്തോളം എല്ലാവരും നമുക്ക് കൈയടിക്കും, കാരണം അതാർക്കാ വേണ്ടാത്തത് എല്ലാവർക്കും വേണം. പക്ഷെങ്കിൽ അവരുടെ നിലപാട് മാറും നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ. ഇവിടെ മനസ്സിലാകേണ്ടത്, ഈ പൗലോസിനെ കല്ലെറിഞ്ഞു. പൗലോസ് മരിച്ചു എന്നവർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് പട്ടണത്തിൻ്റെ പുറത്ത് കൊണ്ട് കളഞ്ഞത്. പല ദൈവശാസ്ത്രജ്ഞന്മാരും പറഞ്ഞത് പൗലോസ് യഥാർത്ഥത്തിൽ മരിച്ചെന്നാണ് പറയുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ 2 കൊരിന്ത്യരാമൻ 3-ാം സ്വർഗത്തിലൊക്കെ എടുക്കപ്പെട്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങൾ. അതൊരു പക്ഷേ ഈ സമയത്തായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം ഞാൻ പറയാം. കാരണം മരിച്ചു എന്ന് വിചാരിച്ച് അങ്ങോട്ട് വെക്കുന്നു, ശിഷ്യന്മാർ ചുറ്റും നിൽക്കുന്നു, പിന്നെ യാതൊരു ആംബുലൻസും ICU കൂടാതെ എഴുന്നേറ്റ് അവരുടെ കൂടെ പോയെന്നല്ലേ പറയുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി എ സൂപ്പർ നാച്ചുറൽ വർക്ക് ഓഫ് ഗോഡ്. ഇവിടെ മനസ്സിലാകേണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് ധൈര്യമായിട്ട് നിൽക്കാം. ഒന്നാമത്തെ കാരണം, ദൈവത്തിൻ്റെ സമയമാകാതെ എൻ്റെ ഒരു രോമം പോലും ആർക്കും തൊടാനൊക്കത്തില്ല. അതാണ് കോൺഫിഡൻസ് നമ്പർ 1. അപ്പോൾ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് തീരാത്ത കാലത്തോളം എന്നെ തൊടാൻ കർത്താവ് എന്തിനാ വന്നത്? യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മനുഷ്യപുത്രൻ വന്നത് തൻ്റെ ജീവനെ ഒരു യാഗമായി അർപ്പിപ്പാൻ വേണ്ടിയാണ്. അപ്പോൾ കർത്താവ് ജനിച്ചത് തന്നെ മരിക്കാൻ വേണ്ടിയാണ്. പക്ഷെങ്കിൽ സമയത്തിന് മുമ്പ് അവനെ ആർക്കും തൊടാൻ പോലും കഴിഞ്ഞില്ലെന്നാ പറഞ്ഞ്. അവനെ മലയുടെ മുകളിൽ നിന്ന് ഉന്തിയിടാൻ ശ്രമിച്ചു. അവർ അടുക്ക ചെല്ലുമ്പോഴത്തേക്ക് അവനെ തൊടാൻ പറ്റുന്നില്ലെന്നാ പറയുന്നത്. എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അതിൻ്റെ കാരണം എന്നാ? പൗലോസ് മരിക്കേണ്ടവനാണെന്നുള്ളത് പൗലോസിനോട് വ്യക്തമായി യേശു കർത്താവ് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി മരിക്കാൻ പോവാ. അത് വളരെ വ്യക്തമായിട്ട് പൗലോസിന് അറിയാം. പക്ഷെങ്കിൽ പൗലോസിന് ഒരു കാര്യം കൂടെ അറിയാം, പൗലോസിന്റെ സമയമാകാതെ ഒരു മനുഷ്യന് തൊടാൻ സാധിക്കത്തില്ല. ഒരുപാട് ശിഷ്യന്മാരെ ഉണ്ടാക്കിയേ തീരത്തുള്ളൂ. അപ്പോൾ അനവധി ശിഷ്യന്മാരെ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് എഴുന്നേറ്റ് പിന്നെയും പോകുന്നു. എങ്ങോട്ടാ? ദുർബയിലേക്ക്, പിന്നെ തിരിച്ച് ലൂസ്ത്രയിലേക്ക്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? കല്ലെറിഞ്ഞ് കൊന്നു, മീൻസ് അറ്റ്ലീസ്റ്റ് മരിക്കത്തക്ക വിധത്തിൽ ഉപദ്രവിച്ചു. അവിടുന്ന് നേരെ പോകുന്നു. എങ്ങോട്ടാ? എഴുന്നേറ്റ് ദുർബയിലേക്ക്. അവിടെ ചെന്ന് അവിടെ പ്രസംഗിക്കുന്നു. എന്നിട്ട് അവിടുന്ന് തിരിച്ചു പോവുമല്ലോ. പിന്നെ എന്താ ചെയ്യുന്നത്? തിരിച്ച് ലൂസ്ത്രയിലേക്ക് മടങ്ങി വരിക. ഇതെന്തൊരു മനുഷ്യനാ? ആട്ടി ഓടിച്ച് കല്ലെറിഞ്ഞ് കൊന്നുകളയാൻ ഭാവിച്ച സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. എന്നെ എവിടെ കളിയാക്കി അവിടെ തന്നെ സുവിശേഷം കൊണ്ടുപോകും. എന്നെ എവിടെ നാട്ടി ഇറക്കി അവിടെ തന്നെ സുവിശേഷം കൊണ്ടുപോകും. നമ്മുടെ മിഷൻസ് ഇന്ത്യയിലെ അനേക മിഷണറിമാരല്ല, പുതിയ വിശ്വാസികളുണ്ട്. ഇവരുടെ എല്ലാം സ്റ്റോറി ഇത് തന്നെ. അവരുടെ വെള്ളം സപ്ലൈ കട്ട് ചെയ്ത് കളഞ്ഞു. വെള്ളം കൊടുക്കത്തില്ല. അവരുടെ റേഷൻ കാർഡ് എടുത്ത് മാറ്റി. അവർക്ക് റേഷൻ വാങ്ങിക്കാൻ ഒക്കത്തില്ല വേറെ വിലയ്ക്ക്. അവർക്ക് മണ്ണെണ്ണ വാങ്ങിക്കാൻ അനുവാദം കൊടുക്കത്തില്ല. അവരുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് കളിയാക്കി പുറത്താക്കി. എന്നാലും ഞാൻ ചില സാക്ഷ്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ, എന്നാലും
അതേ സ്ഥലത്ത് പോയി അതേ ആൾക്കാരോട് സുവിശേഷം. ഇങ്ങനൊരു കൂട്ടർ വേറെ ഉണ്ടോ? ഈ ലോകത്തിൽ ഇങ്ങനൊരു കൂട്ടരുണ്ടോ പ്രിയമുള്ളവരെ? അടിച്ചാലും തിരിച്ചടിക്കത്തില്ല. തല്ലിയാലും തല്ല് കൊള്ളാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ പറയത്തില്ല പിള്ളേർ, നീ ഒരു തല്ലുകൊള്ളിയാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കൂട്ടർ വേറെ ഇല്ല. യഥാർത്ഥ വിശ്വാസികൾ ശാപത്തിന്റെ വാക്ക് കേൾക്കും, അനുഗ്രഹത്തിന്റെ വാക്ക് അങ്ങോട്ട് പറയും. ഇങ്ങനൊരു കൂട്ടർ വേറെ ഇല്ല. അതുകൊണ്ടാണ് പാട്ടുകാരൻ പറഞ്ഞത് ഇതുപോലൊരു ജാതി ഉണ്ടോന്നാ. ഇതുപോലൊരു ജാതി ഇല്ല. എവിടെങ്കിലും നമ്മൾ പോയി ബസ് കത്തിക്കൂ, അടിച്ച് നമ്മളെ ഒതുക്കി കളഞ്ഞാലും എവിടെങ്കിലും ചെന്നൊരു ബസ് കത്തിക്കൂ? കത്തിക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യും? അവിടെ ചെല്ലും, പിന്നെ അവരെ പഠിപ്പിക്കും, പിന്നെ അവരെ ശുശ്രൂഷിക്കും. ഡോക്ടർ ജോജി മിനിയെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാനിൽ പോയ ഒരിക്കൽ അടിച്ച് ഇവിടെ എല്ലാം കൂടെ രക്തമെല്ലാം മാറി അതേ ആളുകളെ പിന്നെയും പോയി ശുശ്രൂഷിക്കും. ഇങ്ങനൊരു ജാതി വേറെ ഇല്ല പ്രിയമുള്ളവരെ. ഇത് വേറൊരു ജാതിയാ. അടിച്ച സ്ഥലത്ത് പിന്നെയും പോയി സുവിശേഷം പറയുന്നത്. പിന്നെന്താ പറയുന്നത്? കൂടുള്ള സഹോദരന്മാരോട് പറയണം, നിങ്ങൾ നിലനിൽക്കണം, നിങ്ങൾ വിട്ടുകൊടുക്കരുത്, നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങൾ തളർന്നു പോകും. ഈ ചിലരെ ഉണ്ടല്ലോ, എൻ്റെ ഒരു സ്നേഹിതൻ, എനിക്ക് സാങ്കേതികമായ കാരണങ്ങൾ കാരണം എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു സ്നേഹിതൻ മഹാരാഷ്ട്രയുടെ ഒരു ഗ്രാമത്തിൽ ഈയിടെ സുവിശേഷ വിരോധികൾ അടിച്ച് അവൻ്റെ തല പൊട്ടിച്ചു. അവൻ്റെ തല പൊട്ടിച്ച് രക്തം വാർന്ന് ഹോസ്പിറ്റലിൽ. അപ്പോൾ ഞാൻ ഒരുപാട് നാൾ ഫോണൊക്കെ മാറ്റി വെച്ചു, കാരണം വലിയ വിഷയങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ വിളിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ടച്ച് ഉണ്ടല്ലോ, നമുക്ക് കോളി വിളിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. അപ്പോൾ അവസാനം ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ കുറേ മെസ്സേജൊക്കെ അയച്ചു. പുള്ളി വേറൊരു ഫോൺ നമ്പറിൽ നിന്ന് എനിക്ക് മെസ്സേജ് ചെയ്തു, ബ്രദർ ഈ നമ്പറില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്ന് സംസാരിക്കാമോ? അപ്പോൾ ഞാൻ വിളിച്ചു. ഞാൻ അദ്ദേഹത്തിനോട് ബോംബെയിലൊക്കെ പോയി ശുശ്രൂഷിച്ചിട്ടുണ്ട്, നല്ലൊരു കർത്തൃദാസൻ. അപ്പം ഞാൻ ഫോൺ വിളിച്ചപ്പം ഈ പേടിച്ചാണ് വിളിച്ചത്. കാരണം നമുക്ക് അറിയാം ഈ മനുഷ്യനോടൊക്കെ നമുക്ക് എന്താ പറയേണ്ട, നമുക്ക് എന്താ പറയാൻ പറ്റുക, നമുക്കറിയത്തില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം വിറച്ചോണ്ടാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചത്. പുള്ളി അതിശക്തമായിട്ട് ഇങ്ങോട്ട് പ്രൈസ് ദി ലോർഡ് ബ്രദർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് തുടങ്ങുന്നത്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എന്നോട് ഇങ്ങോട്ട് പറയാ, അടുത്ത ആഴ്ച എനിക്ക് തിരിച്ചു പോകണം. ഞാൻ പറഞ്ഞു പോവല്ലേ എൻ്റെ സഹോദര, പോവല്ലേ, വെയിറ്റ് ചെയ്യ്. അതിന് അടുത്ത സമയം നമ്മുടെ ഗ്രൂപ്പ് അവിടെ മുടങ്ങിക്കിടക്കുക, പോയേ പറ്റൂ. ഭാര്യ പേടിച്ചിരിക്കുക. ഞാൻ നോക്കിയപ്പോൾ വിതിൻ 2 വീക്സ് അതേ സ്ഥലത്ത് ഒരു വീട് പോലും മാറാതെ അതേ സ്ഥലത്ത് പോയിരിക്കുക. ഇപ്പം അവിടെ തന്നെ ഉണ്ട്, എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് 8 to 10 months ആയി അവിടെ തന്നെ ഉണ്ട്. ഇതെന്തോ പ്രിയമുള്ളവരെ, ഇത് വേറെ ജാതിയല്ലേ? ദിസ് ഇസ് എ ഡിഫറെന്റ് സ്പീഷീസ് എന്ന് തന്നെ ഞാൻ പറയും. ഇത് വേറൊരു സാധനമാണ്. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്തുള്ള സഹോദരന്മാരെ എൻകറേജ് ചെയ്യുക. പൗലോസ് അടിയെല്ലാം കൊണ്ട് ഉണ്ടല്ലോ ഷേപ്പ് മാറിയിരിക്കുക. എന്നിട്ട് അടുത്ത സഹോദരന്മാർ പറയാം നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്. അവരെ എൻകറേജ് ചെയ്യുന്നത്. നമുക്കാണേ ഉണ്ടല്ലോ, ഇന്ന് മീറ്റിങ്ങിന് പോകാൻ പറ്റത്തില്ല, അതെന്നാ, ഭയങ്കര തലവേദന. നമ്മുടെ വിഷയങ്ങൾ അറിയാമല്ലോ, നമ്മുടെ വലിയ വൻ വിഷയങ്ങളാണല്ലോ. എന്താ ബ്രദറെ മീറ്റിങ്ങിന്? പറ്റത്തില്ല, നമുക്ക് ഇന്ന് മുട്ടിന് ഭയങ്കര വേദന. അതെന്നാ അല്ല, മിനിഞ്ഞാന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നുകൊണ്ട് രാത്രി ഉറങ്ങാൻ പറ്റും. നമ്മുടെ വിഷയങ്ങളൊക്കെ കേട്ടാൽ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. ഞാൻ ചിലപ്പോൾ ഒക്കെ ഓർക്കും, നമ്മുടെയൊക്കെ വിഷയങ്ങളാണോ? വിഷയങ്ങൾ പോലും അല്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷ. സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ആർ ലൈഫ്. പല ടൈപ്പിലെ പെർസിക്യൂഷൻ. എല്ലാവരും അടികൊള്ളുമല്ല, ചിലർ നിന്നാപാത്രങ്ങളാകണം. എന്നിട്ട് അവസാനം പറയാണ്, എന്താണ് പറയുന്നത്? ഇതൊന്നും ആരും ഇന്നത്തെ കാലത്ത് പ്രസംഗിക്കത്തില്ല കേട്ടോ, ഒരു മനുഷ്യനും പ്രസംഗിക്കത്തില്ല, ഇത് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല. ഇതാണ് പറയുന്നത്, എന്താണ്? വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങൾ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും. ഇങ്ങനൊരു ചിന്താവിഷയം എപ്പോഴാണ് നിങ്ങൾ ഒരു കൺവെൻഷൻ കേട്ടത്? നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകണം. എവിടെ? നോ കഷ്ടം, നോ സങ്കടം, നോ പോവർട്ടി, എല്ലാം ക്യാൻസൽ ചെയ്ത് വിടുന്ന കൾച്ചറാണ്. എല്ലാം ക്യാൻസൽ ചെയ്തെന്നാണ് പറയുന്നത്. എല്ലാം ക്യാൻസൽ ചെയ്തു, കഷ്ടങ്ങളും ക്യാൻസൽ. ബൈബിൾ വല്ലതും ആണോ വായിക്കുന്നത്? അത് വേറെ പുസ്തകം വല്ലതും ആണോ വായിക്കുന്നത്? എനിവേ, നമുക്ക് അതല്ല വിഷയം. അപ്പോൾ ഇവിടെ ദൈവനാമത്തിൽ അവർ പ്രാർത്ഥിച്ചു ഉപവസിച്ചുകൊണ്ട് നല്ല ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, നല്ല ക്വാളിറ്റി ലീഡേഴ്സ്. ഇതെങ്ങനെ അവർ ലീഡേഴ്സിനെ അപ്പോയിന്റ് ചെയ്തത്? കമ്മിറ്റി കൂടിയല്ല,
വോട്ട് പാനൽ കൂടിയല്ല, വോട്ട് ബാങ്ക് വെച്ചല്ല, മറ്റേ ഒന്നുമല്ല വെച്ചത് കേട്ടോ. അവർ ചെയ്തത് പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട് അവർ ലീഡേഴ്സിനെ ആക്കി. അപ്പോൾ എങ്ങനെയാണ് ലീഡേഴ്സിനെ ആക്കേണ്ടത്? പ്രാർത്ഥിച്ചും ഉപവസിച്ചും കൊണ്ട്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവം അനുവദിക്കുന്നെങ്കിൽ ഉപവസിക്കണം. ദൈവം നല്ല ലീഡേഴ്സിനെ കൊണ്ടുതരുവാൻ. നമ്മുടെ യൂത്ത് ഫോർമേഷൻ നമുക്ക് ഒത്തിരി ലീഡേഴ്സിനെ ആവശ്യം, നല്ല ക്വാളിറ്റി സാധനങ്ങൾ. നമുക്ക് ഈ വലിയ ക്രൗഡ്സിനെ ഒന്നും അല്ല ആവശ്യം, നല്ല ക്വാളിറ്റി പീപ്പിൾ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ത്രൂ മെനി ട്രിബുലേഷൻസ് വി ഷുഡ് എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇതിൻ്റെ അർത്ഥം എന്തോ? ഇത് എന്താ അല്ലെന്നുള്ളത് ഞാൻ പറയാം. ഇതെന്താ അല്ല? എൻ്റെ കഷ്ടങ്ങളിലൂടെ ഞാൻ സ്വർഗത്തിലേക്ക് ചെല്ലും എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം കേട്ടോ. അത് ഞാൻ ആദ്യം അങ്ങ് ക്ലിയർ ആക്കട്ടെ. ഈ ചിലർക്കൊരു സഫറോളജി എന്ന് പറഞ്ഞ ഒരു തിയോളജി എന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങ് സ്വർഗത്തിൽ ചെല്ലും. ഇതല്ല. എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളല്ല ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗങ്ങളല്ല ഞാൻ സ്വർഗത്തിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഇത് അതുമായിട്ട് യാതൊരു ബന്ധം. ഞാൻ സ്വർഗത്തിൽ ചെല്ലുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് കൃപയാൽ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ മാത്രം. അത് കൃപയാൽ വിശ്വാസത്താൽ ക്രിസ്തുയേശുവിലാണ് സ്വർഗരാജ്യം അവകാശം. ഇതിനകത്ത് യാതൊരു കഷ്ടപ്പാടോ പെനൻസ് അതല്ല ഇവിടുത്തെ വിഷയം. പിന്നെന്താണ് ഈ ദൈവരാജ്യം? ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇസ് ഇൻ യു. ദൈവരാജ്യം നിങ്ങളിലാകുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? അപ്പോൾ ഈ ദൈവരാജ്യത്തിന്റെ രാജാവ് ആരാ ദൈവരാജ്യത്തിന്റെ രാജാവ്? ഗോഡ് ഇസ് ദ കിങ് ഓഫ് ഹിസ് കിങ്ഡം. അപ്പോൾ യഥാർത്ഥമായിട്ട് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യേശു കർത്താവ് എൻ്റെ രാജാവായി വാഴണമെങ്കിൽ എന്താണ് പറയുന്നത്? നാം അനേക കഷ്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. എന്താണ് ഈ കഷ്ടം? എന്താണ് കഷ്ടങ്ങൾ? സുവിശേഷത്തിന് വേണ്ടിയുള്ള കഷ്ടം, എൻ്റെ ജീവിതത്തിൽ ശുദ്ധീകരിക്കാനുള്ള കഷ്ടങ്ങൾ, ഇങ്ങനെ പല വിധത്തിലുള്ള കഷ്ടങ്ങളിലൂടെ കടന്നു പോയാൽ മാത്രമേ ദൈവരാജ്യം, ദ കിങ്ഡം ഓഫ് ഗോഡ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആർ ലൈഫ്സ്. അതാണ്. അല്ലാതെ സാൽവേഷനോ രക്ഷയെക്കുറിച്ചുള്ള കാര്യമേ അല്ല ഇവിടെ പറയുന്നത്. പിന്നെയോ ഇറ്റ്സ് ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. എന്തുകൊണ്ടാണ് നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്? 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. എന്തുകൊണ്ടാണ്? അത് മാത്രം പറഞ്ഞ് പെട്ടെന്ന് ഞാൻ മുന്നോട്ട് പോകാം. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ കഷ്ടപ്പാടുകൾ അങ്ങോട്ട് ഈ സെൽഫ് ഇൻഫ്ലിക്ഷൻ ഉണ്ടല്ലോ, ഈ ആളുകൾ മരണം വേണ്ടിക്ക് പോവുകയും അതൊന്നും അല്ലിത്. പിന്നെ കുറേ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ ഉണ്ടാകും. അതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളൊരു രോഗം, ഫോർ എക്സാമ്പിൾ സിക്നസ് ക്യാൻ കം ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ ഫോളൻ വേൾഡ്. കോവിഡ് വരുമ്പം ചിലർക്ക് നമുക്ക് വരും, ചിലർക്ക് മറ്റുള്ളവർക്ക് വരും, എല്ലാവർക്കും വരും. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ ഫോളൻ വേൾഡ്. മൂന്നാമത്തെ കാര്യം, കഷ്ടപ്പാട് നമ്മുടെ മണ്ടത്തരം കൊണ്ട് അല്ലേ? നമ്മൾ കുറേ ബാഡ് ഡിസിഷൻസ് ഉണ്ടാക്കി, കുറേ മണ്ടത്തരം കാട്ടിക്കൂട്ടി വെച്ച് പിന്നെ അവസാനം കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാമെന്നൊന്നും പറയരുത്. അതൊക്കെ മണ്ടത്തരമാണ്. ഇത് എൻ്റെ സ്വന്തം മണ്ടത്തരം കൊണ്ടും എൻ്റെ ഫൂളിഷ്നെസ്സും കൊണ്ട് ഞാൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ഞാൻ കർത്താവിന് വേണ്ടി ത്യാഗം സഹിക്കാമെന്ന് ഒരു മനുഷ്യനും പറയരുത്. യു ആർ ഗോയിങ് ത്രൂ വാട്ട് യു ആർ ഗോയിങ് ബിക്കോസ് ഓഫ് യുവർ ഓൺ ഫൂളിഷ്നെസ്. ഓക്കെ, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ടാണ് നാം കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്? ഒന്ന്, യാക്കോബിന്റെ ലേഖനം നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിച്ചതാണ്. പക്ഷെ എങ്കിലും 1-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരതയെ ഉളവാക്കുന്നു. ഒന്ന്, പേഷ്യൻസ് ഇല്ലാത്തവനെ പേഷ്യൻസ് ദൈവം പഠിപ്പിക്കുന്ന ഒരു മുഖാന്തരമാണ് കഷ്ടത. ഗോഡ് ടീച്ചസ് us patience through suffering. 2, കഷ്ടത സഹിഷ്ണുതയെ. 2, പെർസിവിയറൻസ്, പിടിച്ചു നിൽക്കാനുള്ള കഴിവ് തരുന്നത് എന്തുവാ? നമ്മൾ യോഹന്നാൻ മർക്കോസിനെ കുറിച്ച് നമ്മൾ പിന്നെയും ഒന്നുകൂടെ നോക്കും. ആദ്യം കഷ്ടപ്പാട് വന്നു കഴിഞ്ഞപ്പോൾ ഓടി ഒളിച്ചു ആശാൻ. പക്ഷെങ്കിൽ കഷ്ടപ്പാടിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലായി ഇതാണ് ക്രിസ്തീയ ജീവിതം. പുള്ളി പിടിച്ചു നിൽക്കാൻ പഠിച്ചു, തിരിച്ചു വരും. സോ ഇറ്റ് പ്രൊഡ്യൂസസ് പെർസിവിയറൻസ്. നല്ല സോളിഡ് ആളുകളെ ഉണ്ടാക്കുന്ന സാധനമാണ് കഷ്ടപ്പാട്. 3, ഇറ്റ് ചേഞ്ചസ് പെർസ്പെക്റ്റീവ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുന്നു. അതുകൊണ്ടാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം യുവർ ബെസ്റ്റ് ലൈഫ് ഇസ് നോട്ട് നൗ, യുവർ ബെസ്റ്റ് ലൈഫ് ഇസ് യെറ്റ് ടു കം. അനേകർ നമ്മുടെ ഇന്നത്തെ കാലങ്ങളെക്കുറിച്ച്, നിനക്ക് ഇന്ന് ഏറ്റവും നല്ല ദിവസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം നിത്യതയെ വിചാരിച്ച് നോക്കും. വെളിപ്പെടുവാനുള്ള തേജസ്സിനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറയുന്നതാണ് വേഴ്സ്റ്റ്. സത്യം പറയാം,
ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല ജീവിതമൊക്കെ ആയിരിക്കാം, എനിക്കും നിങ്ങൾക്കും അതല്ല വിഷയം. പക്ഷെ വെളിപ്പെടുവാനുള്ള തേജസ് നോക്കിയാൽ ഇന്നത്തേതാണ് വേഴ്സ്റ്റ്. ഇതിനെക്കാട്ടൊരു വേഴ്സ് ആകാൻ ഒക്കത്തില്ല. ഓക്കെ, പക്ഷെ എങ്ങനെയാണ് നമ്മൾ പുസ്തകം ഇറക്കുന്നത്? യുവർ ബെസ്റ്റ് ലൈഫ് എവർ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ പുസ്തകം ഇറക്കുന്നത്. കാരണം എന്നാ? നിത്യതയെക്കുറിച്ചും വെളിപ്പെടുവാനുള്ള തേജസ്സിനെ കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ്. പൗലോസ് എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടോ? അടിയെല്ലാം കൊണ്ടുപോയി. അപ്പോൾ പൗലോസിന്റെ ജീവിതമായിരിക്കണമല്ലോ ബെസ്റ്റ് ലൈഫ് എവർ. ചാകാൻ വേണ്ടി കിടക്കുന്ന ഒരു മനുഷ്യനാണ്. പുള്ളിയുടെ ബെസ്റ്റ് ലൈഫ് എവർ അതൊന്നുമല്ല. എനിവേ, അപ്പൊ പെർസ്പെക്റ്റീവ് മാറ്റുന്നതാണ് ഈ സഫറിങ്. 4, ഇറ്റ് ടീച്ചസ് അസ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു സമയമാണ് സഫറിങ്, അല്ലയോ പ്രിയമുള്ളവരെ? കഷ്ടതയിലൂടെ കടന്നുപോയവർക്ക് ഒരു കാര്യം അറിയാം, ദൈവ സാന്നിധ്യം ഇതുപോലെ രുചിച്ചറിഞ്ഞൊരു സമയം വേറെ കാണത്തില്ല. യെസ് ഓർ നോ? യെസ് ഓർ നോ? യഥാർത്ഥത്തിൽ കഷ്ടതയിലൂടെ കടന്നുപോയി ദൈവ സാന്നിധ്യം ഇതുപോലെ തിരിച്ചറിഞ്ഞ ഒരു കാലഘട്ടം, അല്ലയോ? അല്ലയോ? നമ്മളെ റോഷിനി മാമിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ ഡിസംബറിൽ. അപ്പോൾ പോയി കഴിഞ്ഞപ്പം ജിബു സാർ ഹസ്ബൻഡ് സാക്ഷ്യം പറഞ്ഞ ഒരു സഫറിങ്ങിൻ്റെ കാര്യം. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറഞ്ഞ സമ്മർ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിലൂടെ കടന്നു പോയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ക്രിസ്തുവിനെ ഞാൻ അറിയേണ്ടതുപോലെ അറിയത്തില്ല. അത് ഞാൻ പറയുന്ന സാക്ഷ്യമല്ല, അതിലൂടെ കടന്നുപോയ മനുഷ്യൻ തന്നെ പറയുന്ന സാക്ഷിയാണ്. പക്ഷെ ഇന്ന് ഇതിനൊരു സ്പേസ് പോലും നമ്മൾ കൊടുക്കത്തില്ല. ഇത് വന്നു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. നമ്മൾ ക്യാൻസലിംഗ് ആണ്, എല്ലാം ക്യാൻസൽ ചെയ്യുക. പിന്നെ എങ്ങനെ ശിഷ്യൻ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറെ ഫാൻസ് ഉണ്ടാകും, നോ ഡിസൈപ്പിൾസ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇറ്റ് ടീച്ചസ് അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഇപ്പം 4 കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ് പ്രൊഡ്യൂസസ് പേഷ്യൻസ്. നമുക്ക് മനസ്സിലാകുന്നില്ല കർത്താവ് എന്തുകൊണ്ടാണ്, പക്ഷെങ്കിൽ ഇതെൻ്റെ സ്ഥിരതയെ ഉളവാക്കുന്ന പരിപാടിയാണ്. 2, സഹിഷ്ണുത. ഇറ്റ് ടീച്ചസ് മീ പെർസിവിയറൻസ്. സഹിഷ്ണുത, പിടിച്ചു നിൽക്കാൻ. ഇതല്ല, ഇനി എൻ്റെ അപ്പുറം വന്നാലും പിടിച്ചു നിൽക്കാനുള്ള കൃപ തരുന്നൊരുതി. 3, എൻ്റെ പെർസ്പെക്റ്റീവ് മാറണം. ഈ ലോകമല്ല എൻ്റെ ഭവനം. ദിസ് വേൾഡ് ഇസ് നോട്ട് മൈ ഹോം. ഇതെനിക്കൊരു കൂടാരം മാത്രമാണെന്നുള്ള ഒരു ഇത്. പെട്ടെന്നല്ലേ പ്രിയമുള്ളവർ രോഗം വരുമ്പോഴേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നലെ വരെ വലിയ വിഷയമായിട്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് വിഷയമല്ല, അല്ലേ? ഇന്നലെ വരെ ഭയങ്കര വിഷയമായിരുന്നു. ഇതെങ്ങനെ സോൾവ് ചെയ്യും? ഭയങ്കര ടെൻഷനാണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. വലിയ രോഗം വന്നു കഴിയുമ്പോൾ അത് വിഷയമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല. എന്തുകൊണ്ടാ? പെർസ്പെക്റ്റീവ് ചേഞ്ചസ്. അപ്പോൾ ഈ കാണുന്ന ലോകമെല്ലാം അസ്ഥിരമാണെന്നുള്ളത് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ചിലപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ടൊക്കെയാണ്. അതാണ് അതിൻ്റെ കാര്യം. ഇറ്റ് ടീച്ചസ് us അബൌട്ട് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാൾ ഉപേക്ഷിക്കത്തില്ല എന്നുള്ളത് കർത്താവ് വാക്ക് പറഞ്ഞവൻ മാറത്തില്ല. അത് നമ്മളെ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മപ്പെടുത്തുന്ന എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഫറോളജി പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ, കേട്ടോ. ചിലരുണ്ട് എല്ലാം കഷ്ടം അങ്ങ് സഹിക്കുക. അതല്ല ഈ തിയോളജി. നല്ല സമയം, ഒരു നല്ല സീസൺ ദൈവം തരിക. അതുകൊണ്ടാണ് ഒരാൾ ഇപ്രകാരം പറഞ്ഞു, ഇഫ് ഗോഡ് ഹസ് ഗിവൺ യു എ സ്വീറ്റ് കപ്പ്, ഡ്രിങ്ക് ഇറ്റ്. മധുരമുള്ള ഒരു കപ്പാണ് തന്നിരിക്കുന്നത്, എൻജോയ് ചെയ്യും. അത് ഉടനെ ബിറ്റർ ആക്കാൻ നോക്കരുത്. ചിലരുണ്ട് ഇന്ന് നല്ല സമയം, പക്ഷെ അതങ്ങ് എൻജോയ് ചെയ്യത്തില്ല. അപ്പോഴത്തേക്ക് ഇതിനെ എങ്ങനെയെങ്കിലും കയ്പിൻ്റെ അനുഭവത്തിലേക്ക് മാറ്റാനുള്ള ശ്രമം, അത് വേണ്ട. ഇഫ് ഗോഡ് ഹസ് ഗിവൺ യു എ ഗ്രേറ്റ് ടൈം ആൻഡ് എ ഗ്രേറ്റ് സീസൺ, എൻജോയ് ഇറ്റ്. സന്തോഷത്തോടെ സ്തോത്രം പാടുക. എന്നാൽ ദുഃഖത്തിന്റെ പാനപാത്രം തന്നാലും, ഇഫ് ഗോഡ് ഓർഡെയിൻസ് ഫോർ ദാറ്റ് സഫറിങ്, അപ്പോഴും ഹല്ലേലൂയ. ആ കരച്ചിലും കണ്ണീരിന്റെ ഇടയിലൂടെ ഒരു ഹല്ലേലൂയ പറയണം. സോ ഐ എം നോട്ട് ടീച്ചിങ് സഫറോളജി, അതല്ല ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ഒരു വിശ്വാസിയുടെ ഭാഗമാണ്. ഇതെല്ലാം ഒരു വിശ്വാസിയുടെ ഭാഗം ആണ്. ഓക്കെ, അവസാനം ലാസ്റ്റ് 24-ാമത്തെ വാക്യം. അവർ പിസിദിയിൽ കൂടെ കടന്ന് പംഫിയലിലെത്തി. പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അതെല്ലിയേക്ക് പോയി. അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ചയച്ചത് അവിടെ നിന്ന് ആയിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു. അവിടെ പോകുന്ന വഴിക്ക് എല്ലാവരും എക്സോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ വിശ്വാസം നിലനിൽക്കണം കേട്ടോ പ്രസംഗിച്ച്. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ പെർഗയിൽ സ്റ്റോപ്പ് ചെയ്തു. ഈ പെർഗയിൽ അങ്ങോട്ട് പോയപ്പോൾ പ്രസംഗിക്കാൻ പറ്റിയില്ലെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കഴിഞ്ഞ സെഷൻ ഞാൻ പറഞ്ഞു പെർഗയിൽ ചെന്നു, പക്ഷേ പെർഗയിൽ പ്രസംഗിച്ചില്ല. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിലെല്ലാം പൗലോസിന്റെ മനസ്സിൽ കൂടെ പോകുന്നത് എന്നാണെന്നറിയോ? അയ്യോ, ഒരു അവസരം നഷ്ടപ്പെട്ടു. തിരിച്ചു വരുമ്പോൾ എങ്ങനെയെങ്കിലും പെർഗയിൽ തിരിച്ചു വരുന്ന വഴിയിൽ അദ്ദേഹം പ്രസംഗിച്ചയച്ചാൽ ആ സ്ഥലം കൂടെ കവർ ചെയ്തു, ഒരു സ്ഥലം പോലും വിട്ടില്ല. എന്നിട്ട് തിരിച്ചു വന്നാൽ എന്താ പറയുന്നത്? ദൈവം ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്നാ ചെയ്തെടുത്തെന്നുള്ളതല്ല,
നമ്മൾ എത്ര മഹാന്മാരാണെന്നുള്ളതല്ല, നമ്മൾ വലിയ പുള്ളികളാണെന്നുള്ളതല്ല, വാട്ട് ഗോഡ് ഹാസ് ഡൺ, ദൈവം എന്ത് ചെയ്തു എന്നുള്ളത് കൂടി വന്നവരോടെല്ലാം അറിയിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ സന്തോഷം ഉണ്ടായി. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദ ക്രിസ്ത്യൻ സർവീസ്, യേശു ക്രിസ്തുവിനെ സേവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസമില്ലാത്ത കാര്യമല്ല. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്. ഒരു ഈസി തിങ് അല്ല. വില കൊടുക്കേണ്ട ഒരു സാധനമാണ്. പല മേഖലകളിലും പല വെറൈറ്റിയിലും പല കോണ്ടെക്സ്റ്റിലും ആയിരിക്കും നമ്മൾ വില കൊടുക്കേണ്ടത്. പക്ഷെ വില കൊടുത്തേ തീരൂ. വില കൊടുത്തേ തീരൂ. അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യം അവകാശമാക്കേണ്ടവരാണ് നാം. അതുകൊണ്ട് ഇതിനെ ഒരിക്കലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യാനോ ഇത് ബൈപ്പാസ് ചെയ്യാനുള്ളതല്ല. അല്ല, അതിൻ്റെ ഭാഗമാണ്. സുവിശേഷ വേലയുടെ ഭാഗമാണ്. നിന്ന, പരി, ദുഷി എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് എംബ്രേസ് ചെയ്യണം. എങ്ങനെയെങ്കിലും അങ്ങ് സഹിക്കുക എന്നുള്ളത് മാത്രമല്ല. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് എൻഡ്യൂറിങ്, ബട്ട് ഇറ്റ്സ് ഓൾസോ അബൌട്ട് എംബ്രേസിങ്. അതുകൂടെ ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. വിനയമുള്ളൊരു ഹൃദയം ദൈവം നമുക്ക് തരട്ടെ. യാതൊരു മഹത്വവും നമ്മൾ എടുക്കരുത്, അതെ തൊടാൻ പോലും പോകരുത്. സകലമാനവും മഹത്വവും ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി നാം തയ്യാറായിട്ടിരിക്കണം. കഷ്ടപ്പെടുവാൻ, നല്ലൊരു പഠനമായി നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂസ്ത്രയിൽ വലിയ അത്ഭുതം, അതുപോലെ തന്നെ പെർഗയിൽ വന്ന് സുവിശേഷം പറയുന്നു. അനേകരെ ശിഷ്യത്വത്തിലേക്ക്, നമ്മൾ വീണ്ടും വീണ്ടും കാണുന്ന തീം, രോഗസൗഖ്യമൊക്കെ ഉണ്ടായി, പക്ഷെ അതല്ല തീം. കാണുന്ന തീം ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്ന ബർണ്ണബാസും പൗലോസും. ഡിസൈപ്ലിംഗ് പീപ്പിൾ, അതൊരു എഫേർട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് ചെയ്തെടുക്കണം. ഇനി വരുന്ന കാലങ്ങളിലും അനേക ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായ സ്തോത്രം. കർത്താവെ, നല്ല ദൃഷ്ടാന്തങ്ങൾക്കായിട്ട് പൗലോസിനെ ബർണ്ണബാസിനെ പോലെ കർത്താവെ, ഒരു ഭീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ലല്ലോ കർത്താവ് തന്നിരിക്കുന്നത്, സുബോധത്തിൻ്റെയും ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ മുന്നേറുവാൻ കർത്താവ് എവിടുന്ന് ഞങ്ങളെ പുറത്താക്കിയോ അവിടെ തന്നെ തിരികെ പോയി കർത്താവിൻ്റെ സാക്ഷിയായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജഡം അത് അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ ജഡം അത് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും നിൻ്റെ ആത്മാവിനാൽ കർത്താവ് ഞങ്ങളുടെ ജഡത്തെ ക്രൂശീകരിച്ച് ഞങ്ങൾ കർത്താവെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്ര വലിയ പ്രയാസങ്ങളുണ്ടായാലും പ്രതിസന്ധികളുണ്ടായാലും കർത്താവെ, വീഴാതെ വണ്ണം നീയാണ് ഞങ്ങളെ നിർത്തുന്നത്. കർത്താവ് നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്ന എല്ലാ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരെയും കർത്താവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരെ നീ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. നിലനിൽക്കുന്ന സോളിഡായിട്ടുള്ള ശിഷ്യന്മാരെ, വചനത്തിൽ വേരൂന്നി നിൽക്കുന്ന ശിഷ്യന്മാരെ ഉണ്ടാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു മുഖാന്തരം